So welcome students. Next portion is lateral displacement or shift. അതായത് നമ്മളിപ്പോ പുഴയിലോ അല്ലെങ്കിൽ ചെറിയ ഫിഷ് ടാങ്കുകളിലോ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യാറില്ല. അപ്പോ അതിന്റെ ബോട്ടം ലെയർ അല്ലെങ്കിൽ ടാങ്കിന്റെ അടിവശം കുറച്ച് മുകളിലേക്ക് അത് റേസ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് അഥവാ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അഥവാ ഈ നമ്മുടെ ടാങ്കിനും എല്ലാം അതിന്റെ ഒറിജിനൽ ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യാതെ നമുക്ക് ഒരു അപ്പാരന്റ് ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യും. അതിനെയാണ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് അഥവാ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. സോ ബോട്ടം ഓഫ് എ ടാങ്ക് അപ്പിയേഴ്സ് ടു ബി റേസ്ഡ്. ദിസ് ഈസ് കോൾഡ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ഓർ ഷിഫ്റ്റ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നതിന് കാരണവും എന്ത് തന്നെയാണ്? റിഫ്രാക്ഷൻ തന്നെയാണ്. മനസ്സിലായോ? ദിസ് ഈസ് ബിക്കോസ് ദ റേ സഫേഴ്സ് റിഫ്രാക്ഷൻ without the deviation when angle of incidence equal to angle of emergence. അതായത് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് റേ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ബെൻഡിങ് സംഭവിക്കാതെ വരേണ്ട പാത്തും അൺഡീവിയേറ്റഡ് പാത്തും ഡീവിയേറ്റഡ് ആയിട്ടുള്ള റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ഡീവിയേഷൻ വരാതെ പകരം എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ്. മനസ്സിലായോ? ഇത് ഗ്ലാസ് ലാബിന്റെ കേസിൽ ആണെങ്കിലും എല്ലാം ഇതുപോലെയുള്ള ലാറ്ററൽ ഷിഫ്റ്റുകൾ സംഭവിക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമുക്ക് വേണമെങ്കിൽ പറയാം ദാറ്റ് ഈസ് apparent depth divided by real depth എന്ന്. അവിടുത്തെ എക്സ്പ്രഷൻ ആണ് apparent depth divided by real depth. Now റിഫ്രാക്ഷൻ കാരണമുള്ള ചില ഇഫക്റ്റുകൾ നമുക്ക് പരിശോധിക്കാം. മനസ്സിലായോ? അപ്പോ ആദ്യത്തെ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണാറുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് സൂര്യ ഉദയവും സൂര്യ അസ്തമയവും. ഈ സൂര്യ ഉദയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിന് വളരെ മുന്നേ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതും അതുപോലെ തന്നെ സൂര്യ അസ്തമയങ്ങൾ നടന്നു കഴിഞ്ഞിട്ട് കുറച്ച് സമയത്തിന് ശേഷമായിട്ട്, അതായത് കുറച്ച് സമയവും കൂടെ നമുക്ക് ഡേ ലൈറ്റ് നിൽക്കുന്നതായും എല്ലാം തോന്നുന്നതും എന്തുകൊണ്ട് തന്നെയാണ്? റിഫ്രാക്ഷൻ കൊണ്ട് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ റിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് റിഫ്രാക്ഷൻ ഈസ് ഹാപ്പനിങ് വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ. സോ സൺലൈറ്റിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ സണ്ണിന്റെ സമീപത്ത് നിന്നും നമ്മുടെ കണ്ണിലേക്ക് എത്തിപ്പെടുന്ന ലൈറ്റ് റേസിന് എങ്ങനെയാണ് ഡിഫറൻസ് ഓഫ് മീഡിയ സംഭവിക്കുക? അവിടെ സണ്ണിന്റെ ചുറ്റുമുള്ള ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അതിന് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ കൂടുതലാകുമ്പം നോർമലി ഡെൻസിറ്റി ഓഫ് മോളിക്യൂൾസ് അവിടെ കുറവായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ അഫക്ട് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സറൗണ്ടിങ് മീഡിയം. അതേസമയം ഒരു ഒബ്സർവർ എന്ന് പറയുന്നത് സണ്ണിൽ നിന്ന് വളരെ അകലെ ആയിരിക്കുന്ന സമയത്ത് ഡ്യൂറിങ് സൺറൈസ് അല്ലെങ്കിൽ ഏർലി മോർണിംഗിന്റെ സമയത്തും ഈവനിങ്ങിലും നമ്മൾ നോർമലി ഒരു ഒബ്സർവർ സണ്ണിൽ നിന്ന് വളരെ അകലെ ആയിരിക്കും. അപ്പൊ നമുക്ക് ചുറ്റുപാടുമുള്ള അറ്റ്മോസ്ഫിയർ ലോവർ ടെമ്പറേച്ചറിലുമായിരിക്കും. സോ ദ ലൈറ്റ് റേസ് ആർ ട്രാവലിംഗ് ഫ്രം എ മീഡിയം ഓഫ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ടു എ മീഡിയം ഓഫ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ ഡിഫറൻസ് ഓഫ് മീഡിയം അവിടെ സംഭവിക്കുന്നുണ്ട്. കാര്യം എയർ അല്ലെങ്കിൽ വാക്വത്തിൽ കൂടി തന്നെയാണ് ലൈറ്റ് റേസ് ട്രാവൽ ചെയ്യുന്നതെങ്കിലും അവിടെ ഡിഫറൻസ് ഓഫ് മീഡിയ സംഭവിക്കുന്നതോ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്നതോ അതുകൊണ്ടാണ്. മനസ്സിലായോ? കൂടാതെ നമ്മുടെ ഹൊറൈസൺ, അതായത് നമ്മുടെ എർത്തിന്റെ ഷേപ്പും അതിന് ഒരു പരിധി വരെ ഒരു കാരണമാണ്. മനസ്സിലായോ? സോ ഇതാണ് നമ്മുടെ ഡെയിലി ഫിനോമിനൻ യു ആർ ഒബ്സർവിംഗ് ആസ് ദ ആപ്ലിക്കേഷൻ ഓഫ് റിഫ്രാക്ഷൻ. Now the next one is total internal reflection. That is also an application of refraction. So look here, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പം സംഭവിക്കുന്ന ബെൻഡിങ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് വാട്ടറിൽ നിന്ന് എയറിലേക്ക് കടക്കുന്ന ഒരു ലൈറ്റ് റേ. അപ്പോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് I, റിഫ്രാക്ട് ചെയ്യുന്ന ആംഗിൾ R. നോക്കിക്കേ, ഈ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ എടുത്തിരിക്കുന്നത് C എന്നാണ്, അല്ലെങ്കിൽ IC എന്നും എടുക്കാം, ബിക്കോസ് ദാറ്റ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ആംഗിൾ.
Why it is taken like that? നോക്കിക്കേ, ഇതിനെ നമുക്ക് റിഫ്രാക്റ്റഡ് റേ എന്ന് പറയാൻ സാധിക്കില്ല. ഈ റേ റിഫ്രാക്ട് ചെയ്യുന്നുമില്ല, റിഫ്ലക്ട് ചെയ്യുന്നുമില്ല. പകരം എന്താ ചെയ്തത്? ആ സർഫസ് ഓഫ് സെപ്പറേഷനിൽ കൂടി കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ സർഫസ് ഓഫ് സെപ്പറേഷനിൽ കൂടി കടന്നു പോകുന്ന ഇൻസിഡന്റ് റേയെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് വിളിക്കുക. സോ ലുക്ക് ഹിയർ, when the angle of incidence increases, angle of refraction also increases. For a particular angle of incidence in denser medium. So this is important. ഇവിടെ വന്നിരിക്കുന്ന ഇൻസിഡന്റ് റേ എവിടെയാണ്? ഡെൻസർ മീഡിയത്തിലാണ്. The angle of refraction is equal to 90 degree, or we can say it is just grazing the boundary. ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമുക്ക് വിളിക്കാം ക്രിറ്റിക്കൽ ആംഗിൾ, IC. മനസ്സിലായോ? ഓക്കെ, സോ നമുക്കിവിടെ സ്നെൽസ് ലോ എടുക്കാം. സൈൻ ഐ ബൈ സൈൻ ആർ. സൈൻ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് സൈൻ ക്രിറ്റിക്കൽ ആംഗിൾ ആണ്. സൈൻ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് സൈൻ 90 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് വൺ. ഓക്കെ, ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് വൺ അല്ലെ? അപ്പോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ 1/n12 എന്ന് പറയുന്നത് സൈൻ IC ബൈ സൈൻ 90 ആണ്. സൈൻ 90 1 ആണ്. അതുകൊണ്ട് നമുക്ക് ഇതെന്ത് എഴുതാം? n12 ഈസ് ഈക്വൽ ടു 1 സൈൻ IC ക്രിറ്റിക്കൽ ആംഗിൾ. ഓക്കെ, ഇനി ക്രിറ്റിക്കൽ ആംഗിൾ കഴിഞ്ഞ് വി ഹാവ് ടു ഗോ ടു വാട്ട് ഇസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നോക്കിക്കേ, ഇവിടെ ഡെൻസർ മീഡിയത്തിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ. സി എന്ന ഫിഗറിൽ കാണിച്ചിരിക്കുന്നതും ക്രിറ്റിക്കൽ ആംഗിൾ തന്നെയാണ് കേട്ടോ. അപ്പോ ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ വലിയ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ റേ ഈസ് നോട്ട് refracting or not grazing through the surface of separation, but instead it is reflecting to the same medium. It is reflecting back to the same medium. നോക്കിക്കേ, ഒരു റിഫ്ലക്ഷൻ. ഇവിടെ ഒരു മിറർ ആയിരുന്നെങ്കിൽ അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോരുന്നത് പോലെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. This is what you call total internal reflection. If the angle of incidence is greater than critical angle, the ray will reflect back to the same medium. If the angle of incidence in denser medium is greater than critical angle, the ray is totally reflected back. This is called total internal reflection. ഇവിടെ total internal എന്ന് പറയുന്നതിന് ഒരു വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് റിഫ്ലക്റ്റഡ് ബാക്ക് ആയിട്ടുള്ള റിഫ്ലക്റ്റിംഗ് എനർജി എന്ന് പറയുന്നത് there is no loss of energy. Total energy, അത് ലൈറ്റ് എനർജി ആയിക്കോട്ടെ, ദാറ്റ് ഈസ് റിഫ്ലക്റ്റിംഗ് ബാക്ക് ടു ദ സെയിം മീഡിയം. സോ അതിന്റെ ചില, അല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഒബ്സർവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ടോയ് ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടാറുള്ളതാണ് ലേസർ ടോർച്ചുകൾ അല്ലെ? ആ ലേസർ ടോർച്ച് നമ്മളൊരു ഗ്ലാസ് ബീക്കറിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ പല ആംഗിളിൽ ആ ബീക്കറിലുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ടോർച്ച് ലൈറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോ നമുക്ക് ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് റേ ആ വാട്ടർ ലെവലിൽ കൂടി അല്ലെങ്കിൽ വാട്ടർ ടോപ്പ് ലെവലിൽ കൂടി അത് ഗ്രേസ് ചെയ്തു പോകും. അതിനേക്കാൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ലൈറ്റ് റേ വാട്ടറിലേക്ക് തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്തു വരുന്നതായിട്ടും കാണാൻ സാധിക്കും. മനസ്സിലായോ? സോ ദീസ് ആർ ദ ഡെമോൺസ്ട്രേഷൻ ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നൗ ദ നെക്സ്റ്റ് വൺ ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ നമ്മൾ കാണാറുള്ളത് അങ്ങനെയൊക്കെ ഉള്ളതിലാണ് ഏറ്റവും ആദ്യത്തേതാണ് മിറാഷ്. മിറാഷ് എന്ന് പറയുന്നത് നമ്മളിപ്പോ നല്ല സ്മൂത്ത് ടാർ റോഡിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും കുറച്ച് അകലെയായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നത് പോലെ നമുക്ക് തോന്നും. മനസ്സിലായോ? അങ്ങനെ അതെന്ന് പറയുന്നത് ആക്ച്വലി അവിടെ നമ്മൾ അങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് വീണ്ടും അങ്ങനെ വെള്ളമുള്ളത് ദൂരെയായിട്ട് നമുക്ക് തോന്നും. അതങ്ങനെ മാറി 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 പോയിക്കൊണ്ടിരിക്കും. സോ അങ്ങ് അകലെ നമുക്ക് അങ്ങനെയുള്ള ഒരു ഫീലിംഗ്,
അത് നമ്മൾ പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്നാണ്. ആക്ച്വലി അത് അവിടെ ഇല്ല, പക്ഷെ നമുക്ക് അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മിറാഷ് എന്ന് വിളിക്കുക. അറ്റ് നൂൺ, അതിന്റെ റീസൺ ആണ് പറയുന്നത്. എയർ ഈസ് ലെസ് ഡെൻസ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഏർലി സൺറൈസ് ആൻഡ് ഡിലേഡ് സൺസെറ്റിന്റെ കേസിൽ സണ്ണിന് ചുറ്റുമുള്ള ലെയർ ഓഫ് അറ്റ്മോസ്ഫിയറിന്റെ എയർ മോളിക്യൂൾസ് ആയിരിക്കും ഹോട്ടർ. അപ്പൊ അവിടെയുള്ള ഡെൻസിറ്റി കുറവായിരിക്കും മോളിക്യൂൾസിന്റെ. അതുപോലെ തന്നെ ഉച്ചയ്ക്കും എയറിന്റെ ഡെൻസിറ്റി കുറവായിരിക്കും. അത് എന്ത് ചെയ്യും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയ്ക്കും. മനസ്സിലായോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയ്ക്കുമ്പോ ഹയർ ലെയേഴ്സ് ഓഫ് ദ എയർ ഫ്രം ദ ഗ്രൗണ്ട്, അതായത് ടാറിട്ട റോഡിന്റെ തൊട്ടു മുകളിലുള്ള ലെയർ ഓഫ് എയർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഒപ്റ്റിക്കലി ഡെൻസർ, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും. എന്തിനേക്കാളും? മുകളിലുള്ള ലെയേഴ്സിനേക്കാളും. മുകളിലുള്ള ലെയേഴ്സ് ഓഫ് എയർ അത്രയ്ക്കും ചൂട് പിടിക്കാത്തത് കൊണ്ട് അതിന്റെ ഡെൻസിറ്റിക്ക് ഡിഫറൻസ് വരും, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഡിഫറൻസ് വരും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? റിഫ്രാക്ഷൻ സംഭവിക്കും. ദിസ് വിൽ കോസ് റിഫ്രാക്ഷൻ. അപ്പോ ഒരു റേ ഓഫ് ലൈറ്റ്, ഒരു തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റിൽ നിന്നുള്ള റേ ഓഫ് ലൈറ്റ് വന്ന് ഈ ടാർഡ് റോഡിൽ വീണ് അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നത് അത് ഏത് തരത്തിലായിരിക്കും? ഇഫ് ഇറ്റ് ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, അവിടെ എന്താ ഷുവർ ആയിട്ട് സംഭവിക്കുക? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് സംഭവിക്കുക. കാരണം അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിക്ക് അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അങ്ങനെ വരുമ്പോ ദൂരെയുള്ള ഒരു ഒബ്സർവറിന് അവിടെ എന്താ തോന്നുക? ചിലപ്പോ അവിടെ ഒരു പൂൾ ഓഫ് വാട്ടർ ഉണ്ടെന്ന് തോന്നും. ആ പൂൾ ഓഫ് വാട്ടറിൽ നിയർ ബൈ ഒബ്ജക്ട്സിന്റെ ഒരു ഇൻവെർട്ടഡ് ഇമേജസ് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള മരീചികകളെ, ഒപ്റ്റിക്കൽ ഇല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മിറാഷ് എന്ന് വിളിക്കുക. മനസ്സിലായോ? ഓൺ ഹോട്ട് ഡേയ്സ് ഇറ്റ് അപ്പിയേഴ്സ് പാച്ചസ് ഓഫ് വാട്ടർ ഓൺ ഹൈവേസ് വിച്ച് ഡിസപ്പിയേഴ്സ് വെൻ വി റീച്ച് ദർ. അടുത്ത് വരും തോറും അകന്നു പോകുന്ന തരം ഇല്യൂഷൻസ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് മിറാഷ് നമ്മൾ കാണാറുള്ളത്. Now another one is the diamonds. ഡയമണ്ടിന്റെ പ്രത്യേകത, സാധാരണ നമ്മളിങ്ങനെ മൈൻ ചെയ്തെടുക്കുന്ന ഡയമണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനാണോ നമ്മൾ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് നമ്മൾ കരുതുന്നതെന്ന് തോന്നും. കാരണം അതൊരു കറുത്ത കരിക്കിട്ട പോലെയോ, അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട് എന്ന് കാണുമ്പോൾ ഭയങ്കര സ്പാർക്ലിംഗ് ഇഫക്റ്റ് ആയിട്ട് തോന്നുന്ന സംഗതി നമുക്ക് കണ്ട ചുമ്മാ വെറും ഒരു കല്ലായിട്ടാണ് തോന്നുക. അപ്പൊ അതെങ്ങനെയാണ് അങ്ങനെ ഒരു കൺവേർട്ടിങ് സംഭവിക്കുന്നത്? കാരണം ഡയമണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളില് ഒരു കാർബൺ മീഡിയം ആണല്ലേ, അതിനകത്തേക്ക് ട്രാപ്ഡ് ആകുന്ന ലൈറ്റ് റേസ് ഇതുപോലെ ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ ഗ്രേറ്റർ ആംഗിളിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുമ്പോൾ അതിന്റെ ഓരോ ഫേസിൽ നിന്നും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിച്ചാൽ ആ ഡയമണ്ടിന്റെ ബ്രില്യൻസ് കൂടും, അല്ലെങ്കിൽ കൂടുതൽ ഷൈനിങ് ആയിട്ട് അത് അപ്പിയർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് മൈൻ ചെയ്തെടുക്കുന്ന ഒരു ഡയമണ്ട് പീസിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്യൂട്ടബിൾ ആംഗിളിൽ കട്ട് ചെയ്യും. ആ സ്യൂട്ടബിൾ ആംഗിളിൽ കട്ട് ചെയ്യുന്നത് കൊണ്ട് അതിനുള്ളിൽ ഉണ്ടാകുന്ന ലൈറ്റിന് എന്തിന് വിധേയപ്പെടും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് വിധേയപ്പെടും. അപ്പോ ഒത്തിരി ഫേസസ്, ഒത്തിരി മുഖങ്ങൾ ആ ഡയമണ്ട്സിന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫേസുകളിൽ നിന്നും ഇതുപോലെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. ഞാൻ പറഞ്ഞു ഇതിന്റെ വേറൊരു ഗുണം എന്താണ്? ആ എനർജി അവിടെ നഷ്ടപ്പെടുന്നില്ല. അപ്പൊ റിഫ്ലക്ഷൻ വഴി കൂടുതൽ ആ ലൂമിനൻസ്, അതിന്റെ പ്രകാശം കൂടുതലായിട്ട് തോന്നുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോ ഡയമണ്ട്സിന്റെ ബ്രില്യൻസ് കൂടും ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴി. മനസ്സിലായോ? സോ അതാണ് ഡയമണ്ടിന്റെ കേസിലുള്ള ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ഇമ്പോർട്ടൻസ്. നൗ ദ നെക്സ്റ്റ് വൺ, പ്രിസം. പ്രിസം നമ്മള് ഉപയോഗിച്ചു കഴിഞ്ഞാല്, പ്രിസത്തിലല്ല നമ്മള് പ്രിസം ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് തന്നെ ലൈറ്റിന്റെ പാത്ത് ഓഫ് ലൈറ്റിനെ നമ്മൾ ബെൻഡ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. അപ്പോ അതിന്റെ സൈസിന് ഡിഫറൻസ് വരുത്താതെ പ്രിസംസ് ആർ യൂസ്ഡ് ടു ബെൻഡ് ലൈറ്റ് ടു മേക്ക് യൂസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ദ സൈസ്. Another one is optical fiber. കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ ഒത്തിരി റെവല്യൂഷൻസ് വരുത്തിയിരിക്കുന്നതാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ക്രോസ് സെക്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ റോഡ് സൈഡിലൊക്കെ വലിയ ഓറഞ്ച് പൈപ്പും അല്ലെങ്കിൽ ബ്ലൂ കളർ, ഗ്രീൻ കളറിലൊക്കെ ഉള്ള വലിയ കേബിളുകൾ കിടക്കുന്നത് കാണാം. അതെല്ലാം ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ആണ്.
അതിന്റെ ഉൾവശം ദാ ഇതുപോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ഓറഞ്ച് കളറോ റെഡ് കളറോ അല്ലെങ്കിൽ ബ്ലൂ കളറൊക്കെ ദാ ഈ കാണുന്ന സർഫസ് ആണ് നമ്മൾ ഈ കാണുന്നത്. അതിന്റെ ഉൾവശം ദാ ഇതുപോലെയാണ് ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എല്ലാം സംഭവിക്കണമെങ്കിൽ അതിന്റെ ഉള്ളിലുണ്ടാകുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കണം അല്ലെ. അപ്പൊ അതിന്റെ ഉൾഭാഗത്തിനെ നമ്മൾ പറയുന്ന പേര് കോർ എന്നാണ്. കോറിന്റെ പുറത്തുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്ലാഡിംഗ് എന്ന് വിളിക്കുക. മനസ്സിലായോ? കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാളും കൂടുതലാണ്. മനസ്സിലായോ? അങ്ങനെ കോറിലേക്ക് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ ഗ്രേറ്റർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടാകുന്ന ഒരു ലൈറ്റ് റേക്ക് പിന്നീട് എന്താ സംഭവിക്കുക? റിപ്പീറ്റഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിൽ എത്തുമ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴി എത്തുന്ന ലൈറ്റ് റേക്ക് എന്തായിരിക്കും? നോ ഡാമേജ് അല്ലെങ്കിൽ വീക്കനിങ് ഓഫ് സ്ട്രെങ്ത്. അതിന്റെ ഇന്റൻസിറ്റി കുറയില്ല. മനസ്സിലായോ? ഇന്റൻസിറ്റി കുറയാത്തത് തന്നെയാണ് ഫൈബർ കേബിൾസിന്റെ പ്രധാന മെറിറ്റ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ വിളിക്കാറുണ്ട് ലൈറ്റ് പൈപ്പ് എന്ന്. മനസ്സിലായോ? മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുമ്പോഴാണ് പ്രധാനമായിട്ടും അതിനെ ലൈറ്റ് പൈപ്പ് എന്ന് പറയുന്നത്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഇതിനുള്ളിൽ നടക്കുന്നത് കൊണ്ട് തന്നെ അബ്സോർപ്ഷൻ ഉണ്ടാവില്ല, ഇന്റൻസിറ്റിക്ക് നഷ്ടവും വരില്ല. താങ്ക് യു.